കർണാമൃതം ഒരു ദേവതാ സംഗമവേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം. ഇന്ന് നവരാത്രി 5-ാം ദിവസം. ഇന്നത്തെ ദിവസം നമ്മൾ ആരാധിക്കേണ്ടത് സ്കന്ദമാതാ ദേവിയെയാണ്. നമുക്ക് സ്കന്ദമാതാ ദേവിയെക്കുറിച്ച് അറിയാം. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കുക. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ 3 ഭാവങ്ങളിൽ കുഷ്മാണ്ഡ ദേവിയും കടന്ന് നവരാത്രി ദിനങ്ങൾ 5-ലെത്തുമ്പോൾ ദേവിയുടെ ഭാവം സ്കന്ദമാത എന്നത്. സ്കന്ദൻ എന്നാൽ സുബ്രഹ്മണ്യസ്വാമി തന്നെ. 6 മുഖങ്ങളുള്ള മകനെ മടിയിലിരുത്തി വലം കൈ കൊണ്ട് അരുമയായി പിടിച്ച് സിംഹപ്പുറത്തിരിക്കുന്ന ദേവിയാണ് സ്കന്ദമാത. ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും കഥ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടി ഞാൻ ഇവിടെ അത് പറയാം. അതിശക്തനും അഹങ്കാരിയുമായ താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി മരണമില്ലാത്തവനായിരിക്കാനുള്ള വരം ചോദിച്ചു. ജനിച്ചാൽ മരണം സുനിശ്ചിതമാണെന്ന് പറഞ്ഞ ബ്രഹ്മാവിനോട് താരകാസുരൻ തന്ത്രപരമായി വരം മാറ്റി ചോദിച്ചു. സതിയുടെ ജീവത്യാഗത്തോടെ വൈരാഗിയായി മാറിയ ശിവൻ കൊടും തപസ്സിലാണെന്ന് താരകാസുരന് അറിയാം. ഇനിയൊരു സ്ത്രീയുടെ നേരെ ശിവൻ നോക്കുക പോലുമില്ലെന്ന് താരകാസുരന് ഉറപ്പായിരുന്നു. അസുരൻ വരം ചോദിച്ചു, എങ്കിൽ ശിവഭഗവാന് ജനിക്കുന്ന മകനായിരിക്കണം എന്നെ കൊല്ലുന്നത്. ചുരുക്കത്തിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ താരകാസുരൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് വരം നൽകി അനുഗ്രഹിച്ചു. അന്നു മുതൽ താരകാസുരൻ ലോകത്തിനു മുഴുവൻ തലവേദനയായി മാറി. അപ്പോഴേക്കും സതി ഹിമവാന്റെയും മേനയുടെയും മകളായി പാർവതി എന്ന പേരിൽ പുനർജനിച്ചിരുന്നു. ഇന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം നാരദർ ചെന്ന് പാർവതിയോട് ശിവനെക്കുറിച്ച് പറഞ്ഞു. പാർവതിക്ക് ശിവനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹമായി. നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം പാർവതീദേവി തപസ്സു തുടങ്ങി. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് തപസ്സു തുടരാൻ പാർവതിയോട് ആവശ്യപ്പെട്ടു. പല അസുരന്മാരും ദേവിയുടെ തപസ്സു മുടക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ശിവൻ പാർവതിയുടെ ദൃഢനിശ്ചയത്തിൽ സംപ്രീതനായി. സതിയുടെ പുനർജന്മമാണ് പാർവതി എന്നറിഞ്ഞതും വിവാഹത്തിനും തയ്യാറായി. ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞു. ഏറ്റവും ഉത്തമനായ ഒരു മകൻ്റെ സൃഷ്ടിക്കു മുമ്പ് ശിവൻ അനുഷ്ഠിച്ച തപസ്സു മുടക്കാനും അസുരന്മാർ ശ്രമിച്ചു. എന്നാൽ അവിടെയും അവർ പരാജയപ്പെട്ടു. ഒടുവിൽ പരമശിവന്റെ ഊർജവും പാർവതിയുടെ ശക്തിയും ചേർന്ന അഗ്നിബീജം സൃഷ്ടിക്കപ്പെട്ടു. ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഈ അഗ്നിസ്ഫുല്ലിംഗങ്ങളെ അഗ്നിഭഗവാൻ ഏറ്റുവാങ്ങി. എന്നാൽ ചൂട് സഹിക്കാനാവാതെ അഗ്നിഭഗവാൻ ഇത് ഗംഗയിൽ നിക്ഷേപിച്ചു. ചൂടിനാൽ തിളച്ചുമറിഞ്ഞ ഗംഗ ഈ അഗ്നിയെ ശരവണപ്പൊയ്കയിൽ നിക്ഷേപിച്ചു. ശരവണപ്പൊയ്കയിൽ 6 താമരകളിലായി 6 കുഞ്ഞുങ്ങൾ ജനിച്ചു. കൃത്തികകൾ അറിയപ്പെടുന്ന 6 സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ എടുത്ത് ലാളിച്ചു. ശരവണപ്പൊയ്കയിൽ ജനിച്ച ഒരു കുഞ്ഞിനെ 6 കൃത്തികകൾ ഒരുപോലെ വാത്സല്യത്തിൽ നോക്കിയപ്പോൾ എല്ലാവരെയും അതുപോലെ ചിരിച്ചു നോക്കാൻ കുഞ്ഞിന് 6 തലകൾ ഉണ്ടായി. കൃത്തികകൾ എടുത്തു ലാളിച്ചതിനാൽ കാർത്തികേയൻ എന്നും ശരവണപ്പൊയ്കയിൽ ഉണ്ടായതിനാൽ ശരവണൻ എന്നും സുബ്രഹ്മണ്യസ്വാമിക്ക് പേരുവന്നു. 6 മുഖം ഉള്ളതിനാൽ ആറുമുഖൻ എന്നും ഷടാനനൻ എന്നും ഷൺമുഖൻ എന്നും പേരുവന്നു. സുബ്രഹ്മണ്യൻ്റെ ജനനമറിഞ്ഞ പാർവതി 6 കുഞ്ഞുങ്ങളെയും ചേർത്തെടുത്തപ്പോൾ ആ 6 ദേഹങ്ങൾ ഒന്നായി മാറി. സുബ്രഹ്മണ്യൻ്റെ 6 തലകൾ 6 ശാസ്ത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. 6 ശാസ്ത്രങ്ങളുടെ അധിപനാണ് മുരുകൻ. ദേവസൈന്യാധിപനാണ്. കയ്യിൽ ശൂലം. സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ്. ലോകത്തിന് മുഴുവൻ ശല്യമായി മാറിയ താരകാസുരനെ വധിക്കാൻ വേണ്ടി ജനിച്ച സ്കന്ദനെ മടിയിലിരുത്തിയ മാതാവാണ് സ്കന്ദമാത. അമ്മേ എന്ന് വിളിക്കുന്ന ഏതൊരാൾക്കും ദേവി മാതാവാണ്. മകനെ അമ്മ വലം കൈയാൽ ആ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ചിരിക്കുന്നു. ഒരു കൈ ആശ്രയം ചോദിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്ന അഭയമുദ്രയിൽ 2 കൈകളിൽ താമരപ്പൂക്കൾ. ഇങ്ങനെ 4 കൈകൾ. ദേവിക്ക് 3 കണ്ണുകളാണ്.
അമ്മയെ പൂജിച്ചാൽ അത് മകനുള്ളത് കൂടിയായി മാറുന്നതിനാൽ ഈ ദേവിയെ പൂജിക്കുന്നവർക്ക് മുരുകൻ്റെ അനുഗ്രഹങ്ങൾ കൂടി ലഭിക്കുന്നു. സുബ്രഹ്മണ്യന് ഇഷ്ടമുള്ളത് തന്നെയാണ് അമ്മയ്ക്കും ഇഷ്ടം. മഞ്ഞവസ്ത്രം, വാഴപ്പഴം, പശുവിൻ പാൽ എന്നിവയാണ് മകനും അമ്മയ്ക്കും ഇഷ്ടം. സംഭവിക്കാൻ പോകുന്ന യുദ്ധത്തിൽ ധർമ്മപക്ഷത്തെ നയിക്കാനായി വളർന്നു വരുന്ന കുഞ്ഞായതിനാലാവണം പൂജയിൽ ഈ ദേവിക്ക് ചുവന്ന പൂക്കളോടാണ് കൂടുതൽ ഇഷ്ടം. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും നിയന്ത്രണം വരുന്നു. ലൗകിക ബന്ധങ്ങളിൽ നിന്നും അവർ മോചിതരാകുന്നു. ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നു. സർവ്വ ഐശ്വര്യവും ലഭിക്കുന്നു. കോപം എന്ന ഊർജത്തെ ഗുണകരമാക്കി മാറ്റാൻ ഈ അമ്മ പഠിപ്പിക്കുന്നു. പുറത്തുള്ള പ്രകൃതിയിൽ ഒരു സ്കന്ദമാത ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തെ പ്രകൃതിയിലും ഈ ദേവി ഉണ്ടായേ തീരൂ. നമ്മുടെ ശരീരത്തിൽ തൊണ്ടഭാഗത്ത് ഉള്ളതായ വിശുദ്ധി ചക്രത്തിലാണ് സ്കന്ദമാതാവിൻ്റെ സ്ഥാനം. ഉദാന പ്രാണൻ്റെ ആരംഭ ബിന്ദുവത്രേ വിശുദ്ധി ചക്രം. നമ്മൾ ശ്വസിക്കുമ്പോൾ ശരീരത്തിലെ വിഷവസ്തുക്കളെ ശുദ്ധീകരിക്കുന്നത് ഈ പ്രാണൻ്റെ പ്രവർത്തനത്താലാണ്. ഈ സമയത്ത് മഹാദേവൻ ശിവൻ പാലാഴിമദന സമയത്ത് വിഷം കഴിച്ചപ്പോൾ ആ വിഷം കഴുത്തിൽ വെച്ച് നിർവീര്യമായ കഥ കൂടി നമ്മൾ ഓർത്തു നോക്കണം. വിശുദ്ധി ചക്രം ഉയർന്ന ഒരാൾക്ക് മനസ്സിനും ചിന്തയിലും ശരീരത്തിലും പ്രവൃത്തിയിലും ആ വിശുദ്ധി ഉണ്ടാകും. ദീർഘമംഗല്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഈ ദേവതയെ ആരാധിക്കാൻ ജ്യോതിഷം പറയുന്നു. ചൊവ്വാദോഷം മാറാനും ഈ ദേവതയെ പൂജിച്ചാൽ മതി. സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവത കൂടിയായതിനാൽ ആദിത്യദോഷം മാറാനും സ്കന്ദമാത പ്രാർത്ഥന വളരെ നല്ലതാണ്. സൂര്യനെ നിയന്ത്രിക്കുന്നവളാകയാൽ ത്വഗ്രോഗം, ഹൃദയരോഗങ്ങൾ എന്നിവയുടെ ശമനത്തിനും സ്കന്ദമാതാ ജപം നല്ലത്. വിശുദ്ധി ചക്രം ഉണർന്നവർ വാക്സാമർത്ഥ്യമുള്ളവരായിരിക്കും, നേതൃത്വ പാടവമുള്ളവരായിരിക്കും, ജ്ഞാനമുള്ളവരായിരിക്കും. ഈ വാക്സാമർത്ഥ്യത്തോടൊപ്പം ദേവതാനുഗ്രഹം കൂടി നേടിയാൽ ലോകത്തെ ഒരു ധർമ്മയുദ്ധത്തിലൂടെ നന്മയിലേക്ക് നയിക്കാൻ ഇവർക്കാകും. വാക്സാമർത്ഥ്യം നേടിയിട്ടും ദേവതാനുഗ്രഹം നേടാത്തവർ അവരുടെ നേതൃത്വ പാടവവും വാഗ്ധോരണിയും കൊണ്ട് ഈ ലോകം നശിപ്പിക്കാനിറങ്ങുകയും ചെയ്യും. യുദ്ധം രണ്ടുണ്ട്. താരകാസുരൻ നയിച്ച അധാർമിക യുദ്ധവും സുബ്രഹ്മണ്യൻ നയിച്ച ധർമ്മയുദ്ധവും. ധർമ്മയുദ്ധത്തിൽ ദേവപക്ഷത്ത് നിലയുറപ്പിക്കാൻ ഈ ദേവതാനുഗ്രഹം സഹായിക്കുന്നു. അശ്വാരൂഢ ധ്യാന ശ്ലോകം. സിംഹാസനഗദാ നിത്യം പത്മാഞ്ജിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. പ്രിയമിത്രങ്ങളെ, ഇന്ന് നവരാത്രി 5-ാം ദിവസം സ്കന്ദമാതാ ദേവിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. എല്ലാവർക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഒപ്പം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹങ്ങളും. പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ സ്വന്തം മിനി മുരളി.